സ്വന്തമായിട്ട് സ്വർണ്ണക്കടയൊക്കെ ഉള്ളതുകൊണ്ടേ ഏത് ഡിസൈനിലുള്ള സ്വർണവും വാങ്ങാമല്ലോ. എന്നുവെച്ചേ പൈസ കൊടുക്കാതെ അല്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല പൈസ മുടക്കി തന്നെയാ. മുടക്കാം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ മുടക്കാനായിട്ട്. എടി ദുർഗേ, അവനവന്റെ പെണ്ണിന് പൈസ മുടക്കി സ്വർണം വാങ്ങിച്ചതിന് നിനക്കെന്താടി? ഇവളുടെ കല്യാണം കഴിഞ്ഞത് 10-24 വയസ്സിലാ. ആ സമയം മുതല് ഇവക്ക് ഗജകേസരി യോഗം തുടങ്ങിയിട്ടുണ്ടാവും. ഗജകേസരി യോഗവും രാജയോഗവും ഒക്കെ ജാതകത്തിലല്ല, നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാവുന്നതാ. ഇരുപത്തിനാല് വയസ്സുവരെ രണ്ടാനച്ഛന്റെ ക്രൂരത ഒരുപാട് അനുഭവിച്ച കൂട്ടത്തിലെ മഹി. അന്നത്തെ കണ്ണീരിനും ത്യാഗത്തിനോ പിന്നീട് ഇതുപോലെ നല്ലൊരു ജീവിതം ദൈവമായിട്ട് ഇയാൾക്ക് കൊടുത്തത്. കല്യാണത്തിന്റെ അന്ന് കതിർ മണ്ഡപത്തിലെ കോലം കെട്ടൊന്നും അല്ല ഇവള് നിന്നത്, നല്ല പ്രസരിപ്പോടെയാ. എന്ന് വെച്ചാ ഇവൾക്ക് ആഹാരത്തിനൊന്നും ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല. ആകെ മുട്ടുണ്ടായിരുന്നതേ മനസമാധാനത്തിന് മാത്രമായിരുന്നു. അത് ഏട്ടത്തിയുടെ അമ്മയോട് ചോദിച്ചാൽ അറിയാം. അയ്യോ, അതിനെപ്പറ്റി സംസാരിക്കേണ്ട സമയമല്ലല്ലോ മോളെ ഇത്. ദേ, രണ്ടാളും അങ്ങോട്ട് ചെന്നേ. വാ മോളെ. വാ എടുത്തി. ഇരിക്കേ. ഞാനും ഇരിക്കണോ? നീയും കൂടി അങ്ങോട്ട് ചെല്ല്. ശരിക്കും കണ്ണനും മഹാലക്ഷ്മിയും തന്നെ. അതെ അതെ. ഇനിയിപ്പൊ ഇതെല്ലാം മൊബൈലിൽ പകർത്തിയിട്ട് ഷെയർ ചെയ്യിക്കാന്, കാണാത്തവരെയും കൂടി കാണിക്കാന്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസം അമ്മേ. കണ്ടില്ലെങ്കിലും മോള് പറഞ്ഞ പോലെ അവളെ ഷെയർ ചെയ്ത് തരുമല്ലോ കാണാൻ വേണ്ടിട്ട്. ഇവളുടെ സ്ഥിരം പരിപാടിയോ ഇത്. ഇതൊക്കെ കണ്ടാത്തൊന്നും ഇവളുടെ 7ാം മാസമാണ്. നന്നായിട്ട് പകർത്തു മഞ്ജു. സത്യം പറഞ്ഞ് കണ്ണേട്ടൻ പിശുക്ക് കാണിച്ചതുകൊണ്ടാ. അനന്തോട്ടനും ചിന്തിച്ചില്ല. ഒരു വീഡിയോഗ്രാഫറെയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെയും പോവുമല്ലോ കുറച്ച് പൈസ. എടി, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, എല്ലാം കണ്ണന്റെ അല്ലേ. കണ്ണന് മഹിക്ക് വേണ്ടി കാശ് കളയാനേ ഞങ്ങക്ക് മടിയൊന്നുമില്ല. നിനക്ക് കളയാലോടാ ആനന്ദു. അവിടെ ഒരാളെ 7ാം മാസം കൊതിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. അതെ, ഒരു ഭാഗ്യം വേണം. അതിന് ഉണ്ടാകാൻ പോകുന്നത് മഹിയിലൂടെയാ. മഹിക്ക് ജനിക്കുന്ന കുഞ്ഞാ ഇനി ഞങ്ങളുടെ കുഞ്ഞ്. മഞ്ജുവിന് ജനിച്ച അതും ഞങ്ങളുടെ കുഞ്ഞാ. പിന്നെ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാ നിങ്ങളുടെ മോന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയത്. ഇവളുടെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നന്നായിരുന്നെങ്കിലേ ഇപ്പോ ഈ 7ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോ ഇവളുടെ കയ്യിലൊരു കുഞ്ഞിനെ കണ്ടേനെ. എന്തിനാ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നേ?
അവസരം വന്നപ്പോഴേ ഒന്ന് കുത്തി നോവിക്കാൻ ശ്രമിച്ചതാ എന്റെ അമ്മ. അതിനുള്ള മറുപടിയാ ലേഖേച്ചി കൊടുത്തത്. എന്റെ ബന്ധുക്കൾക്കിടയിലേക്ക് പോകുമ്പോഴും ഇത് പതിവാ അമ്മേ. നമുക്ക് എന്താണോ ഇല്ലാത്തത് അതായിരിക്കും ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉള്ളതിനെ പറ്റി ഒന്നും പറയില്ല. എന്തായാലും നിങ്ങളുടെ മോനെ പോലൊരു ഭർത്താവിനെ അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായി അധ്വാനിക്കുന്ന, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരാളാ. ആ പൈസ വേണ്ട സമയത്ത് ചെലവാക്കാനും അറിയാം എന്റെ അനന്തുവേട്ടന്. അല്ലാതെ അന്യന്റെ ചെലവിൽ ജീവിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? എടാ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഓരോരുത്തരുടെ നാവിനെ 10 മുഴവാ നീളം. എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുമ്പോ വള സംസാരിക്കല്ലേ. മഹിയുടെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ. അതെ,
എടാ കണ്ണാ, നിന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വയറ്റിലുണ്ടായ സമയത്തെ ഇത്രയും വലിയ സന്തോഷമൊന്നും മോളുടെ അമ്മയ്ക്ക് കണ്ടില്ലല്ലോ. ആലുമയ്യ എന്തെല്ലാം ജോലി ചെയ്യണം. കൂടുതൽ വെള്ളം ചേർക്കാത്ത മോര ഇത് കുടിച്ചിട്ട് അവന്റെ തലയൊന്ന് തെളിയട്ടെ. പ്രതാപ, പ്രതാപ, പിന്നെവിടെ പോയി? പ്രതാപ, ഡാ, പ്രതാപനെ, പ്രതാപ, ഡാ, അയ്യോ പ്രതാപ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. പ്രതാപ, ഡാ, പ്രതാപ, പ്രതാപ, ഡാ, ഇവനെവിടെ പോയിരിക്ക? എടാ, എന്റെ തമ്പുരാനെ, ഇവനിത് അങ്ങോട്ട് പോയി? പ്രതാപ, നിങ്ങളെന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? ചെന്ന് മധുരം എടുത്ത് കൊടുക്കടി. ആ കിളവിയാണല്ലോ വിളിക്കുന്നത്. ചടങ്ങുകളൊക്കെ നടക്കട്ടെ, ഞാനിപ്പോ വരാവേ. യവരെന്തിനാ ഈ നേരത്തെ കണ്ടു വിളിക്കുന്നേ? ഹലോ, 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 എടാ വാമദേവാ,
പ്രതാപൻ ഇവിടുന്ന് കാർ കൊടുത്തോണ്ട് പോയടാ. എടാ ഞാൻ കണ്ടില്ലടാ. അങ്ങോട്ടാണ് വന്നെന്ന് അറിയത്തില്ല കേട്ടോ. അയ്യോ ഹലോ ഹലോ വാമാ, കേക്കാവോ? ആ ശരി, ഞാൻ വിളിക്കാം. കട്ടാക്കി കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, ഇനി അങ്ങോട്ടെങ്ങാനും പോയി കാണുമോ? ഇന്നത്തോടെ നിന്റെ കാര്യം ക്ലോസ് ആടാ. ഇവിടെ പോന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കണ്ട സത്യം പറയണം. എടാ മോനെ കണ്ണാ, അവിടെ നിൽക്കാം. മോനെ കണ്ണാ, നീ അവിടെ പോന്നു. അവിടെ നിൽക്കണം. മോനെ കണ്ണാ. എടാ കണ്ണാ, അവിടെ നിൽക്കണം. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. അവിടെ നിൽക്കാൻ. പട്ട് പിടിച്ച് നീ ഇവിടെ അലകൊലപ്പെടുത്തരുത്. അവിടെ നിൽക്കാൻ. ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക. നീ അതിന്റെ ഇടയ്ക്ക് ഈ അലകൊലപ്പെടുത്തല്ലേ? നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. ഇങ്ങോട്ട് പറയാനാ പറഞ്ഞത്. ഇങ്ങോട്ട് പറയാൻ. നിന്റെ ഞാൻ പറയട്ടെ, നിന്റെ വായി കൂടെ വിളിച്ച് പറയാനുള്ള സ്ഥലമല്ല ഇത്. ഇങ്ങോട്ട് പറയാൻ. നീ എന്തോ കാണിക്കുന്നോ? നിന്നോടാ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ നീ വെറുതെ അലമ്പുണ്ടാക്കല്ലേ? മോഹിനി, ലക്ഷ്മി, സത്യമല്ല, എനിക്ക് കണ്ണനോട് തുറന്നു പറയണം. എന്തോ പറയാനാണോ? നീ ഇത് അലങ്കോലപ്പെടുത്താനല്ലേ വന്നത്? കണ്ടാ എടാ ഞാനാടാ വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞ് പോയില്ലേ? ചടങ്ങ് അലമ്പക്കം വന്നിരിക്കും. വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭാരോ പോലെ എനിക്ക് ഇന്നെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഈ ഒന്നുമില്ല. ഞാനാടാ ഒന്നും പറയണ്ട. ചടങ്ങ് അലമ്പാക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങാൻ നിങ്ങളൊന്നും നോക്കണ്ട, കാര്യങ്ങൾ നടക്കട്ടെ. കണ്ണ, മഹിയുടെ നെറ്റിയിൽ സിന്ദൂരം തൊടാതെ അവിടുന്ന് മാറരുത് കണ്ണ. അങ്ങോട്ട് പോടോ. രണ്ടുപേരും ചടങ്ങ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. ഇങ്ങോട്ട് പോടോ. അതെ കണ്ണേട്ടാ, പറയണ പറഞ്ഞേ. ചടങ്ങ് നടക്കട്ടെ. താനൊന്നും പറയണ്ട. ഇങ്ങോട്ട് മര്യാദ വരാനാ പറഞ്ഞേ. ചടങ്ങ് മുറിച്ച ദോഷം. ഇങ്ങോട്ട് പോടോ. അയാളെ വിട്. വേണ്ട മോനെ, അവൻ അലമ്പ. അങ്ങനെ വിടാൻ പറ്റത്തില്ല. അച്ഛൻ അതുപോലെ വയലന്റാ. അയാൾക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാനുണ്ടാവില്ല മോനെ. ആ അതെ കണ്ണേട്ടാ. ഇയാളെ വിടരുത്. ഓ സമ്മതിച്ചു. വിശ്വനാഥൻ തന്നെ, കണ്ണന്റെ അച്ഛൻ തന്നെ ഇയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നത്. മിണ്ടാതെ അങ്ങോട്ട് നടക്കണോ?
ഞാനാടാ ഞാനാ നിന്റെ സാഗറെ പിടിക്കും പാ തുറന്നുണ്ടല്ലോ നിന്റെ പാ തുറന്നാ നിന്നെ ഞാൻ വേഗം പുറത്തേക്ക് ചുമ്മാ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കാം വട്ട് പിടിച്ചവനൊക്കെ ഇവിടെ വേണം വിട് ഇങ്ങോട്ട് വരാൻ പിടി 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 പിടിച്ചോണ്ട് പോ നീ കുഞ്ഞായിരുന്നപ്പോ ഞാനാടാ ഞാനാ നിന്റെ നീ അത് കേൾക്കണം മുണ്ടോട് നടക്കണം അയ്യോ ഞാൻ മധുരം തന്നില്ല. കൈകാര്യം ചെയ്തോളാം എനിക്ക് പറയണം ഞാനൊരു മഹാഭാവിയാടാ ഞാനൊരു തെറ്റ് ചെയ്തു എനിക്കത് നിന്നോട് പറയണോടാ നീ അത് കേൾക്കണം